ഫ്രണ്ട്സ്, എല്ലാവർക്കും ചായ രുചി കളറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഇടാത്ത ഡിഷാണ്. നമ്മൾ പോർക്ക് വരട്ടിയതാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും അത് കഴിക്കണമെന്നില്ല. കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എൻ്റെ വക പോർക്ക് വരട്ടി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ചൂടുകട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ഇരുന്നോട്ടെ. അതുപോലെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കുറച്ച് എരിവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ. ഇത് നമുക്ക് ചെറിയ ചൂടിൽ ഒന്ന് വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഓക്കെ, നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോവരുത്. വളരെ ചെറിയ തീയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. സാധാ മുളക് പൊടി നമുക്കിതിൽ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചേർത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നാൽ ഈ കാശ്മീരി പൗഡറിന് കുറച്ച് എരിവുണ്ട്. അപ്പോൾ 2 ഗുണങ്ങളായി. അപ്പോൾ നമ്മുടെ പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്, നമ്മുടെ മസാല. ഞാനിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ചൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് വരട്ടുമ്പോൾ ആ സൈസ് വളരെ ചെറിയ കഷ്ണമാവും. അതുകൊണ്ട് ഈ സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കാരണം നമ്മൾ മറ്റൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു 3 വിസിൽ നമ്മുടെ പോർക്കിറച്ചി ഒന്ന് അടിച്ചിട്ടുണ്ട് വേവാനായിട്ട്. നമുക്ക് ഇതിൽ നിന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളം കുറച്ചുണ്ട്, അത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇറച്ചിയിലത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് വേണം, എന്നാലും നമ്മൾ ഇത് വരട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ട കുറച്ച് അധികം വെള്ളമല്ല ഇതിൽ, കണ്ടില്ലേ? അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അധികം ലൂസല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ചാറാണ്. നമുക്കിനി ഇത് വരട്ടാനുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പോർക്കിറച്ചിയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു വലിയ സബോളയും അതുപോലെ പച്ചമുളകും അരിഞ്ഞതും 2 പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റണം. അപ്പോൾ സബോളയും പച്ചമുളകും നമ്മൾ ഇട്ടല്ലോ. ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, നീളത്തിലല്ല ഞാൻ സബോള അരിഞ്ഞിട്ടുള്ളത്. ഇനി സബോള ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെറുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വേപ്പിലും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും വേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വീണ്ടും വഴറ്റാം. നമ്മുടെ സബോളയും പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? നമ്മുടെ പോർക്കിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചൊരു വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന മസാലയും കൂടി വരാനായിട്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് വരട്ടി എടുക്കണം. അപ്പോൾ നമ്മുടെ ഇറച്ചിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ചെറുനാരങ്ങയുടെ നീര് 1. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ചെറിയ തീയിൽ നന്നായിട്ട് നമുക്ക് വറ്റിയെടുക്കാം. അപ്പം നമ്മുടെ പോർക്കിറച്ചി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവണമെന്ന് വെച്ചാൽ അതും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.